നമ്മളുടെ മസ്ജിദുകൾക്കും മദ്രസകൾക്കും നേരെ നടക്കുന്ന ഗൂഢാലോചനകൾ, കുതന്ത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പരാജയപ്പെടുത്തുകയും ഏറ്റവും ഉജ്ജ്വലമായ വിജയം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ആശ്വാസവും പ്രതീക്ഷയും എന്ന് പറയുന്നത് എല്ലാ നിയമ സംവിധാനങ്ങൾക്കും മീതെ, കോടതികൾക്കും മീതെ, അഹ്കമുൽ ഹാക്കിമീൻ, വിധികർത്താക്കളിൽ ഏറ്റവും ഉന്നതനായ വിധികർത്താവായ അല്ലാഹുവിലാണ്. നമ്മുടെ മസ്ജിദുകൾ, നമ്മുടെ മദ്രസകൾ, നമ്മുടെ വഖഫിന്റെ ഭൂമികൾ, ഇതെല്ലാം നമ്മളുടെ പാപങ്ങളുടെ പേരിൽ അന്യാധീനപ്പെട്ടു പോകരുത്. ആ രൂപത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും തൗബയിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ പടച്ചവനുമായുള്ള ബന്ധം സുദൃഢമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ നമ്മുടെ ആരോഗ്യം ഇസ്ലാമിൽ എത്രമാത്രം സുപ്രധാനമാണ് എന്നതിനെ പറ്റിയാണ് ചില കാര്യങ്ങൾ സംസാരിച്ചത്. ദീനിൽ ആരോഗ്യത്തിന് അത്രമാത്രം വലിയ പ്രാധാന്യമുണ്ട്. ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറയുന്നത്. ജീവൻ, രക്തം, അവന്റെ ബുദ്ധി. ഇസ്ലാമിന്റെ നിയമങ്ങളെല്ലാം നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മദ്യം എന്തിന് നിരോധിച്ചു? മദ്യം എന്തിന് നിരോധിച്ചു? അത് ബുദ്ധിക്ക് വിഘാതം സൃഷ്ടിക്കുന്നു എന്നതാണ്. എന്തിന് വ്യഭിചാരം നിരോധിച്ചു? അത് അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നു എന്നതാണ്. എന്തിന് കൊലപാതകം നിരോധിച്ചു? അത് മനുഷ്യന്റെ ജീവനും ജീവിതത്തിനും വിഘാതം സൃഷ്ടിക്കുന്നു എന്നതാണ്. ഇങ്ങനെ ദീനിന്റെ നിയമങ്ങളെല്ലാം ഈ താല്പര്യങ്ങളുമായി, ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആരോഗ്യം നാം ഏറ്റവും സുരക്ഷിതമായ രൂപത്തിൽ പരിപാലിക്കേണ്ടതുണ്ട്. ഏറ്റവും നൂതനമായ രൂപത്തിൽ പരിപാലിക്കപ്പെടേണ്ടതുണ്ട്. ഏറ്റവും വിദഗ്ധമായ മേഖലകളിൽ നാം നമ്മളുടെ രോഗങ്ങളുടെ ചികിത്സ നാം കണ്ടെത്തേണ്ടതുണ്ട്. അത് ഇസ്ലാമിന്റെ ലക്ഷ്യമാണ്, ഇസ്ലാമിന്റെ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലുകളോട്, ഡോക്ടർമാരോട്, മരുന്നുകളോട്, സർജറികളോട് യാതൊരു നിലയ്ക്കുമുള്ള അയിത്തമില്ല. നമ്മൾ ഇതിനെയൊക്കെ അപരിചിതമായി കാണുന്നവരല്ല. ഇസ്ലാമിക സമൂഹത്തിന്റെ സഞ്ചാരം നാം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വളരെ വ്യക്തമായി മനസ്സിലാക്കും. ഏത് മേഖലകളിലും മനുഷ്യൻ വളരുന്ന വളർച്ചയോടൊപ്പം സഞ്ചരിച്ചവരാണ് ഇസ്ലാമിക സമൂഹം. അത് വൈദ്യശാസ്ത്ര മേഖലയിലാകട്ടെ, കാർഷിക മേഖലകളിലാകട്ടെ, രാഷ്ട്രീയ മേഖലകളിലാകട്ടെ, സാമ്പത്തിക മേഖലകളിൽ, വ്യാപാര വ്യവസായ മേഖലകളിൽ മനുഷ്യൻ കൈവരിക്കുന്ന നേട്ടങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നവരാണ് മുസ്ലിമീങ്ങളും ഇസ്ലാമും എന്ന് പറയുന്നത്. അതിനോട് മുഖം തിരിഞ്ഞ് നടക്കുന്നവരല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ നമ്മൾ മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ്. ഓരോ ഹദീസിനും ഓരോ സന്ദർഭവുമായി ബന്ധമുണ്ടല്ലോ. മദീനയിലെ ഒരു വിഭാഗം ഈന്തപ്പഴ കർഷകരുടെ അടുക്കലൂടെ പ്രവാചകൻ കടന്നുപോയപ്പോ അവർ സസ്യോൽപാദനത്തിന്റെ ഭാഗമായി, ഈന്തപ്പഴത്തിന്റെ വിളവ് വർദ്ധിക്കുന്നതിന്റെ ഭാഗമായി പരാഗണം നടത്തുന്നത് കാണുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വഹീന്റെ അടിസ്ഥാനത്തിലല്ല, അല്ലാഹ് പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലല്ല, പക്ഷെ ഒരു മാനുഷികമായ ഒരു നീരസം പ്രവാചകനിൽ പ്രകടമായതിനെ തുടർന്ന് അവർ ആ പണി നിർത്തിവെച്ചു. അടുത്ത വർഷമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പരാതിയും പരിഭവവുമായി അവർ വന്നു. ഞങ്ങളുടെ കാർഷിക മേഖല ഈ വർഷം കഴിഞ്ഞ വർഷത്തതുപോലെ വിളവില്ല, ഈന്തപ്പഴങ്ങൾ കായ്ച്ചിട്ടില്ല. അതിന് കാരണം പ്രവാചകരെ അങ്ങയുടെ ഭാഗത്ത് നിന്നുമുണ്ടായ ഒരു നീരസമാണ്. പ്രവാചകൻ നിരോധിച്ചതൊന്നുമില്ല, പക്ഷെ ഒരു നീരസം. അത് കണ്ടപ്പോൾ അവർക്ക് അങ്ങനെയാണ്, പ്രവാചകനോടുള്ള സ്നേഹം അങ്ങനെയാണ്, അള്ളാഹുവിനോടും അവരുടെ റസൂലിനോടുമുള്ള മഹബ്ബത്ത് അങ്ങനെയാണ്. ആ നീരസം പോലും അവർക്ക് സഹിക്കുന്നതല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞങ്ങൾ ഒരു വർഷം ഞങ്ങളുടെ വിളവിൽ വലിയ ഇടിവ് സംഭവിച്ചു. അത്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. ദുനിയാവിന്റെ കാര്യങ്ങളിൽ, ദീനിന്റെ കാര്യങ്ങളിലല്ല, ദുനിയാവിന്റെ കാര്യങ്ങളിൽ അൻതും അഅലമു ബി ഉമൂരി ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവ് ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്, സംരക്ഷിക്കേണ്ടത്, വികസിപ്പിക്കേണ്ടത് എന്ന് അറിയുന്നത് നിങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട ഹദീസാണ്, ഒരു ഉജ്ജ്വലമായ പാഠമാണ്. നിങ്ങളുടെ കാർഷിക മേഖല അത് എങ്ങനെ വേണമെങ്കിലും വികസിപ്പിക്കാം. നിങ്ങളുടെ സാമ്പത്തികം, നിങ്ങളുടെ വ്യാപാരം, നിങ്ങളുടെ വ്യവസായം, നിങ്ങളുടെ വൈദ്യശാസ്ത്ര മേഖലകൾ, നിങ്ങളുടെ രാഷ്ട്രീയ മേഖലകൾ, നിങ്ങളുടെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകൾ മനുഷ്യന്റെ ചിന്തയും വളർച്ചയും അനുസരിച്ച് ഓരോ കാലഘട്ടങ്ങളിൽ, ഓരോ ജനറേഷനിൽ അത് വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കും. ആ വളർച്ചയോടൊപ്പമാണ് നാം സഞ്ചരിക്കേണ്ടത്. ആ വളർച്ചയിൽ നിന്ന് മുഖം തിരിച്ച് നടക്കേണ്ടവരല്ല എന്നതാണ്. അതിൽ ജാതിയില്ല, മതമില്ല, ഭാഷയില്ല, ദേശമില്ല. എന്നാൽ ആത്മീയമായ തലങ്ങളുണ്ട്, അതിലെ ഹറാമുകളുണ്ട്. ആളുകളെ പറ്റിക്കരുത്, കബളിപ്പിക്കരുത്, കാർഷിക വിഭവങ്ങൾ പൂഴ്ത്തിവെക്കരുത്, ദുർവിനിയോഗം ചെയ്യരുത്, നീതിയോടുകൂടി വർത്തിക്കണം തുടങ്ങിയ മൂല്യങ്ങൾ പരിപാലിക്കാനും പഠിപ്പിക്കാനുമാണ് പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതെങ്കിൽ അതിന്റെ ഹലാലായ തലങ്ങൾ, അതിന്റെ അനുവദനീയമായ ബാക്കി എല്ലാ കാര്യങ്ങളും ഹലാലാണ്, അനുവദനീയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ ഭാഗമായി, ശറഇന്റെ ഭാഗമായി വിലക്കാത്ത കാലത്തോളം അത് നമുക്ക് വളർച്ചയിലേക്ക്, മനുഷ്യൻ അവന്റെ ശാസ്ത്രീയമായ അന്വേഷണങ്ങളുടെ, പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ കണ്ടെത്തുന്ന ശാസ്ത്ര സത്യങ്ങളോടൊപ്പം സഞ്ചരിക്കേണ്ടവരാണ് ഇസ്ലാമിക സമൂഹമെന്ന് പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻതും അഅലമു ബി ഉമൂരി ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയുന്നത് നിങ്ങളാണ് എന്ന പാഠത്തിൽ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിന് നൽകിയിരിക്കുന്ന ബാബ് ഇങ്ങനെയാണ്: ബാബ് വുജൂബി ഇംതിസാലി മാ ഖാലഹു ശറഅൻ, ശറഇന്റെ ഭാഗമായി, ദീനിന്റെ നിയമത്തിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ പ്രവാചകൻ കൽപ്പിച്ചത് ഏതും നമ്മൾ അനുസരിക്കൽ നിർബന്ധമാണ്. അതിലൊരു വിട്ടുവീഴ്ചയും നമുക്കില്ല. ഹറാം ഹലാലുകളുടെ വിഷയത്തിൽ, നിഷ്കർഷതകളുടെ വിഷയത്തിൽ, സുന്നത്തുകളുടെ വിഷയത്തിൽ, ശറഇന്റെ ഭാഗമായ വിഷയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും നമുക്കില്ല. എന്നാൽ ദൂന മാ ദക്കറഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ മആയിഷി ദുനിയ അലാ സബീലിർ റഅയ്, തങ്ങളുടേതായ അഭിപ്രായത്തിന്റെ ഭാഗമായി ഭൗതിക ജീവിതത്തിന്റെ, സിസ്റ്റത്തിന്റെ, സംവിധാനത്തിന്റെ, ശറഉമായി ബന്ധപ്പെടാത്ത വിഷയങ്ങളിൽ അതിനെപ്പറ്റിയല്ല. അതുകൊണ്ട് മനുഷ്യൻ ആ രംഗത്ത് ഏറ്റവും ഉജ്ജ്വലമായ വളർച്ച കൈവരിക്കേണ്ടതുണ്ടെന്നും ആ വളർച്ചയോടൊപ്പം നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട് എന്നും ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. ഒരിക്കൽ തങ്ങളോടൊപ്പമുള്ള ആളുകൾക്ക് രോഗമുണ്ടായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് ഇബ്നു അസ്ലം തുടങ്ങുന്ന അടങ്ങിയ ആളുകളോട് ചോദിച്ചു, അയ്യുക്കുമാ അത്തബ്ബു, നിങ്ങളിൽ ആരാണ് വൈദ്യശാസ്ത്രത്തെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയുന്നത്? ഏറ്റവും നന്നായി അറിയുന്നത് അത് ഞാൻ റസൂലാണ്. എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പനിയെ ചികിത്സിക്കാം, നിങ്ങളുടെ ജലദോഷത്തെ, തലവേദനയെ ചികിത്സിക്കാം. അങ്ങനെയല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങളിൽ ആരാണ്, നിങ്ങളിൽ ആരാണ് ഈ രംഗത്ത് ഏറ്റവും പ്രാഗൽഭ്യമുള്ളത്? അവർ കടന്നു വരൂ. അപ്പോൾ അവർ ചോദിച്ചു വഫിത്തിബ്ബി ഖൈറുൻ യാ റസൂലല്ലാഹ്, ഈ വൈദ്യശാസ്ത്രത്തിൽ ഖൈറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മരുന്നുകൾ ഇറക്കി, രോഗങ്ങൾ ഇറക്കിയവൻ മരുന്നുകളും ഇറക്കിയിട്ടുള്ളതാണ്. രോഗങ്ങൾ ഇറക്കിയവൻ അതിന്റെ മരുന്നുകളും ഇറക്കിയിട്ടുണ്ട്. അറഫഹു മൻ അറഫഹു, അറിഞ്ഞവൻ അത് അറിഞ്ഞു, അറിയാത്തവൻ അത് അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം. എല്ലാ രോഗത്തിന്റെയും ശമനം അല്ലാഹു സുബ്ഹാനഹു വ തആല മരുന്നുകളിലൂടെ ഈ ഭൂമിയിൽ അതിന്റെ വ്യവസ്ഥയുടെ ഭാഗമായി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകരുത്, നിങ്ങൾ ഡോക്ടർമാരെ കാണരുത്,
നിങ്ങൾ മരുന്നുകൾ കഴിക്കരുത്, നിങ്ങൾ ടെസ്റ്റുകൾ നടത്തരുത് എന്ന് പറയുന്ന ഒരു പ്രവണത ഇസ്ലാമിക സമൂഹത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരൊന്നും അത് ചെയ്യുന്നില്ല. എല്ലാ പ്രസ്ഥാനങ്ങളിലെയും ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാർ ആ രംഗത്ത് ഏറ്റവും വിദഗ്ധമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ സമൂഹത്തിന്റെ അടിത്തട്ടിൽ ഇത് വലിയ അപകടം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് അള്ളാഹുവിന്റെ കലാമുകളെയും പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെയും അവർ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആധുനിക വൈദ്യശാസ്ത്രമാകട്ടെ, ആയുർവേദമാകട്ടെ, ഹോമിയോപ്പതി ആകട്ടെ, ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ചികിത്സാ സംവിധാനങ്ങളൊന്നും നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. ഞാൻ എന്തിന്റെയും ഭാഗമായിട്ട് സംസാരിക്കുന്നതല്ല. ഇതൊന്നും സ്വീകരിക്കേണ്ടതില്ല. ഇതൊക്കെ ജൂതന്മാരും ക്രിസ്ത്യാനികളും നിരീശ്വരവാദികളും ഒക്കെ ഉണ്ടാക്കിയതാണ്. ഇതിന്റെ പുറകിൽ മുസ്ലിമീങ്ങൾ പോകരുത് എന്നാണ് പറയുന്നത്. ആ രൂപത്തിലുള്ള പഠനങ്ങളും ട്രെയിനിങ്ങുകളുമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പോലും ഇതിന് മാതൃകയില്ല. പ്രവാചകന്റെ കാലഘട്ടത്തിൽ തബീബുൽ അറബ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അറബികളുടെ ഡോക്ടർ എന്നാണ് അദ്ദേഹത്തെ പറ്റി പറയുക. ഹാരിസ് ഇബ്നു കൽത. അദ്ദേഹം പ്രവാചകന്റെ അടുക്കൽ രോഗികൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തേക്കാ പറഞ്ഞു വിടുക. സഖീഫ് ഗോത്രക്കാരനായ ഖാലിദ് ഇബ്നു കൽദയുടെ അടുത്ത് നീ പോകണം. അദ്ദേഹം വിദഗ്ധമായി മേഖല പഠിച്ച ആളാണ്. അദ്ദേഹം എവിടെ നിന്ന് പഠിച്ചതാ? ഹാരിസ് ഇബ്നു കൽദ പേർഷ്യയിൽ നിന്നാണ് ഡോക്ടറായത്. പേർഷ്യ നമുക്കറിയാം മുസ്ലിം രാജ്യമല്ല, മുസ്ലിമീങ്ങളുടെ രാഷ്ട്രമല്ല, മജൂസികളുടെ രാജ്യമാണ്, അഗ്നി ആരാധകരുടെ രാഷ്ട്രമാണ്. പക്ഷെ അവിടെയാണ് അദ്ദേഹം, പേർഷ്യയിലാണ് അദ്ദേഹം വൈദ്യശാസ്ത്രം പഠിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാരിസ് ഇബ്നു കൽദയുടെ അടുത്തേക്കാണ് തങ്ങളുടെ അടുത്ത് വന്ന രോഗികളെ പറഞ്ഞു വിട്ടത്. ഇവിടെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മുല്ല അലി അൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നുണ്ട്. വഫീഹി ജവാസു മുശാവറത്തി അഹ്ലിൽ കുഫ്രി ഫി തിബ്ബ്. ഹാരിസ് ഇബ്നു കൽദയുടെ അടുത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗികളെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ചികിത്സാ സംവിധാനങ്ങൾ നാം ഉപയോഗിക്കുന്നതിൽ, ഡോക്ടറെ കാണുന്നതിൽ, മരുന്നുകൾ ഉപയോഗിക്കുന്നതിൽ, ഹോസ്പിറ്റലിൽ പോകുന്നതിൽ, ടെസ്റ്റുകൾ നടത്തുന്നതിൽ അത് മുസ്ലിമിന്റെതല്ല, അത് വേറെ ആരുടേതാണോ എന്ന് പറയുന്ന വാദത്തിന് അർത്ഥമില്ല. ഇവിടെ കുഫ്റിന്റെ, ഈമാനിന്റെ അഹ്ലുകാരല്ലാത്ത ആളുകൾ ഉയർത്തിക്കൊണ്ടുവന്ന മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഇസ്ലാമിക സമൂഹം കൈവരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ മരണപ്പെടുകയും മുസ്ലിമാണ് എന്ന് പോലും സ്ഥിരപ്പെടാത്ത ആളാണ് ഹാരിസ് ഇബ്നു കൽദ. ഹാരിസ് ഇബ്നു കൽദയുടെ അടുത്തേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗികളെ പറഞ്ഞു വിടുമ്പോൾ എന്താണ് നമുക്ക് നൽകുന്ന സന്ദേശം? മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട, അത് മനുഷ്യന്റെ ആരോഗ്യം, ഭക്ഷണം, അല്ലേ, മനുഷ്യന്റെ രാഷ്ട്രീയം, ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളുണ്ടല്ലോ. പ്രത്യേകിച്ച് ആരോഗ്യ മേഖല, എല്ലാ മേഖലകളും അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പണ്ട് കഴിച്ചതുപോലെ ഭക്ഷണം കഴിച്ചതാണ് ഇപ്പൊ കഴിക്കുന്നത്. നമ്മുടെ ഭക്ഷണ രീതി മാറിയിട്ടുണ്ട്. ആരോഗ്യ മേഖല പണ്ടുള്ളതുപോലെ തന്നെ ഇപ്പോഴും പ്രസവിക്കണം. പണ്ട് ആളുകൾ പ്രസവിച്ചില്ലേ, അങ്ങനെ അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ പ്രസവിക്കണം എന്ന് പറയുന്നത്. അത്വബ്, ഏറ്റവും വിദഗ്ധമായ, അയ്യുക്കുമാ അത്വബ്, നിങ്ങളിൽ ആരാണ് ഏറ്റവും വിദഗ്ധനായ ഡോക്ടർ? നിങ്ങളിൽ എവിടെയാണ് ഏറ്റവും സുരക്ഷിതമായ ചികിത്സ ലഭിക്കുന്നത്? നിങ്ങളിൽ എവിടെയാണ് ഏറ്റവും അതിനൂതനമായ ചികിത്സ ലഭിക്കുന്നത്? കാരണം അത് തേടണം മുസ്ലിം. കാരണം നമ്മുടെ ജീവന്, നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ രക്തത്തിന് അത്രമാത്രം മൂല്യം പരിശുദ്ധമായ ദീൻ കൽപ്പിക്കുന്നത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം ഈ രംഗത്തൊക്കെ വളരെ പരിമിതികളുള്ള കാലഘട്ടമാണ്. പക്ഷെ അപ്പോൾ പോലും മസ്ജിദുൻ നബവിയുടെ അടുത്തൊരു ക്ലിനിക് ഉണ്ടായിരുന്നു. ആ ക്ലിനിക്കിലെ നേഴ്സിന്റെ പേര് റുഫൈദത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹ എന്നതാണ്. മുറിവേറ്റ് വരുന്നവരെ ചികിത്സിക്കുവാൻ മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കുന്ന ഒരു നേഴ്സ്, അവർ ആ വിദ്യാഭ്യാസം അവർ ആളുകൾക്ക് പകർന്നു കൊടുത്തു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുമ്പോൾ എന്തിനാണ്
മനുഷ്യൻ ആരോഗ്യരംഗത്ത് ഇത്രമാത്രം വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തിനു മുഖം തിരിഞ്ഞ് നടക്കണം? ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ബീമാരിസ്ഥാൻ എന്ന് പറയും ഹോസ്പിറ്റലുകൾക്ക്. ബീമാരിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പേർഷ്യൻ വാക്കാണ്. ഹിജറ 88-ലാണ് ആദ്യത്തെ ബീമാരിസ്ഥാൻ നിർമ്മിക്കുന്നത് ഡമസ്കസിൽ. ബീമാരിസ്ഥാൻ, നമുക്ക് ഉറുദുവിലും ആ വാക്കുണ്ട്, ബീമാർ എന്ന് പറഞ്ഞ രോഗം എന്നാണ്. ബീമാരിസ്ഥാൻ എന്ന് പേർഷ്യയിൽ പറഞ്ഞാൽ ഹോസ്പിറ്റൽ. വളരെ വിദഗ്ധമായ ഹോസ്പിറ്റലുകൾ ഇസ്ലാമിക സമൂഹം സംഭാവന ചെയ്തിട്ടുണ്ട്. ഭരണാധികാരികൾ വഖഫ് ചെയ്യുമായിരുന്നു. ഹോസ്പിറ്റലുകൾക്ക് വഖഫ് ചെയ്യുമായിരുന്നു. ഭരണകർത്താക്കൾ, ഭൂമികൾ, സമ്പത്തുള്ളവർ വഖഫ് ചെയ്യുമായിരുന്നു, പുണ്യമായി കാണുമായിരുന്നു. അങ്ങനെ വന്ന ഒരു ഇസ്ലാമിക സമൂഹം എന്തിനാണ് ചികിത്സയോട് മുഖം തിരിഞ്ഞു നിൽക്കേണ്ട ആവശ്യം? എന്തിനാണ് മരുന്നുകളോട് നാം മുഖം തിരിച്ചു നിൽക്കേണ്ട ആവശ്യം? ഡോക്ടർമാരെ ശത്രുക്കളായി കാണേണ്ട ആവശ്യം നമുക്കെന്താണ്? അവിടെ ആ ബീമാരിസ്ഥാനുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ വ്യത്യസ്ത സെഷനുകൾ ഉണ്ടായിരുന്നു. അൽ അംറാദുൽ ആമ്മ, നമ്മൾ പറയുന്ന ജനറൽ OP, അമലിയത്തുൽ ജിറാഹ സർജറി വിഭാഗം, തിബ്ബുൽ ഉയൂൻ നേത്ര വിഭാഗം, അതുപോലെ തന്നെ സൈദലിയ ഫാർമസി വിഭാഗങ്ങൾ, അതുപോലെ വ്യത്യസ്ത അഖ്സാമുൽ ഖിദ്മാത്ത്, വ്യത്യസ്ത മറ്റ് രോഗപരിചരണത്തിന് ആവശ്യമായ സർവീസുകൾ. ഇങ്ങനെ വളരെ വ്യവസ്ഥാപിതമായ ബീമാരിസ്ഥാനുകൾ ഇസ്ലാമിക. ഞാൻ ഇത് പറയുന്നത് ഈ അടുത്തൊന്നുമല്ല. ഹിജറ 88 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 1300 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇസ്ലാമിക സമൂഹം ഈ രംഗത്ത് പുലർത്തിയ ജാഗ്രതയെ സംബന്ധിച്ചാ പറയുന്നത്. അതുകൊണ്ട് അതിനുവേണ്ടി ഭരണകർത്താക്കൾ വഖഫ് ചെയ്യുകയാണ്. ഭൂമികൾ, സമ്പത്തുള്ളവർ വഖഫ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഈ സമൂഹം വളർന്നു വന്നത്, ഈ സമൂഹം ഇവിടെ എത്തിയത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഇത്തരം രീതികളെ, അത് ഇസ്ലാമിന്റെ രീതിയല്ല. രോഗം വന്നാൽ ചികിത്സിക്കണം. ഒന്ന്, ഡോക്ടറിന്റെ അടുത്ത് പോകണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം, ആത്മീയമായ ചികിത്സയും നാം തേടണം. നമുക്ക് നമ്മുടെ വിശ്വാസം മരുന്നുകൾ കൊണ്ട് രോഗങ്ങൾ മാറുമെന്നല്ല, മരുന്നുകൾ കൊണ്ട് അല്ലെങ്കിൽ ചികിത്സയിലൂടെ രോഗം ഭേദമാക്കണമെന്ന് പ്രവാചകന്റെ കൽപ്പനയാണ്, നിർദ്ദേശമാണ്, സുന്നത്താണ്. ചില സന്ദർഭങ്ങളിൽ അത് നിർബന്ധമായി വരും. ഞാൻ അത് വിശദീകരിക്കുന്നില്ല. ഇവിടെ നാം വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ചില കാര്യങ്ങൾ, ഇസ്ലാമിന്റെ മറവിൽ, അള്ളാഹുവിന്റെ ആയത്തുകളുടെ മറവിൽ ആയത്തുകളെയും ഹദീസുകളെയും തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തരുത്, അവരൊക്കെ വേറെ ആളുകളാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു സമീപനം പൊതുവിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ വെച്ചു പുലർത്തുന്ന ഒരു സമീപനമല്ലെങ്കിലും ഇന്ന് അത് സമൂഹത്തിന്റെ അടിത്തട്ടിൽ ഈ ഒരു ആശയം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പുരുഷന്മാര്, സ്ത്രീകള് ഇതിലേക്ക് ആകൃഷ്ടരായി കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് നാം 10 ദിവസങ്ങൾക്ക് മുമ്പ് അസ്മ എന്ന് പറയുന്ന ഒരു സഹോദരി വീട്ടിൽ പ്രസവിച്ച് ദാരുണാന്ത്യം ഉണ്ടായത്. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും നമ്മൾ ഇവിടെ സംസാരിക്കേണ്ട വിഷയമാണ്. ഇത് ഉമ്മത്തിന്റെ ഒരു പ്രശ്നമാണ്. ഇത് ഈ ഉമ്മത്തിന്റെ, മുസ്ലിം ഉമ്മത്തിന്റെ ഒരു പ്രശ്നമാണ്. നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ ഈ രംഗത്ത് വലിയ അബദ്ധങ്ങളിൽ ചാടിക്കൊണ്ടിരിക്കുകയാണ്. വിദഗ്ധരായ ഏത് മേഖലയിലും ഉണ്ടല്ലോ, അത് അലോപ്പതിയിലുണ്ടാകാം, ആയുർവേദത്തിലുണ്ടാകാം, ഹോമിയോപ്പതിയിലുണ്ടാകാം, വ്യത്യസ്തമായ ചികിത്സാ രീതികളിൽ വിദഗ്ധരായ ഡോക്ടർമാര് നമ്മൾ അക്യുപഞ്ചറിലും ഉണ്ടാകാം. വിദഗ്ധരായ നല്ല ഡോക്ടർമാർ, അവരെ വിമർശിക്കുകയല്ല. പക്ഷേ കേവലം 6 മാസമൊക്കെ കൊണ്ടാണ് ഒരു ചികിത്സാ രീതി പഠിച്ച് ക്ലിനിക്ക് ഇടുന്നത്. അതിന്റെ ദുരന്തമാണ് നാം കണ്ടത്. വെറും ഞായറാഴ്ച ക്ലാസുകൾ കൊണ്ട്, പിന്നെ വാട്സപ്പ് ക്ലാസുകൾ കൊണ്ട് വിദഗ്ധമായ പരിശോധനയാണോ അത്? വിദഗ്ധമായ ചികിത്സാ രീതിയാണോ അത്? ഒരു മനുഷ്യന്റെ ജീവനും രക്തത്തിനും ഏറ്റവും സുരക്ഷിതമായ ഒരു മേഖലയാണോ? 6 മാസം കൊണ്ടൊക്കെ, അതും കേവലം സൺഡേ ക്ലാസുകളും വാട്സപ്പ് ക്ലാസുകളും ഒക്കെ കൊണ്ട് ഇങ്ങനെ ക്ലിനിക്ക് ഇടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും എത്തിപ്പെട്ടു. വേറൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. ഇവിടെ ഒരു സാധു പണ്ഡിതൻ, അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ
ഒരിക്കലും അദ്ദേഹത്തിന്റെ ഭാര്യയോട് ദേഷ്യമുള്ളത് കൊണ്ടൊന്നുമല്ല. ആത്മാർത്ഥമായി അദ്ദേഹം വിശ്വസിച്ച ഒരു കാര്യം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയി. അറബിയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, വന്നുൽ ആഖിലി ഖൈറുൻ മിൻ യഖീനിൽ ജാഹിലി. ഒരു ബുദ്ധിമാനായ മനുഷ്യന്റെ ധാരണ വിവരമില്ലാത്ത മനുഷ്യന്റെ ഓവർ കോൺഫിഡൻസിനേക്കാളും നല്ലതാണ്. ആ സഹോദരൻ ആത്മാർത്ഥമായി വിശ്വസിച്ചു, ഹോസ്പിറ്റലുകൾ പ്രശ്നമാണ്, ഡോക്ടർമാർ പ്രശ്നമാണ്, ടെസ്റ്റുകൾ പ്രശ്നമാണ്, ഇതാണ് അതിന്റെ പിന്നിലെ മോട്ടീവ്. 6 മണിക്ക് പ്രസവം നടക്കുന്നു, 9 മണിക്കാണ് അസ്മ എന്ന് പറയുന്ന സഹോദരി മരണപ്പെടുന്നത്. 3 മണിക്കൂർ രക്തം വാർന്നൊഴുകിയിട്ടും അത് കണ്ടുകൊണ്ട് നിൽക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ പിന്നിൽ വളരെ വ്യക്തമായ ഒരു ബ്രെയിൻ വാഷിംഗ് നടന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകരുത് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ആത്മാർത്ഥമായി വിശ്വസിച്ച് കയ്യിൽ നിന്ന് പോയി. 3 മണിക്കൂർ ആ മനുഷ്യൻ, ആ സ്ത്രീ ജീവന് വേണ്ടി എത്രമാത്രം പിടഞ്ഞിട്ടും അത് ഒന്ന് എടുത്ത് ഒരു അരമണിക്കൂർ കൊണ്ട് ഹോസ്പിറ്റലിൽ ഒരുപക്ഷെ എത്തിച്ചിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ആ സഹോദരി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമായിരുന്നുവെങ്കിൽ, എന്തുകൊണ്ടാണ് ഇത്രമാത്രം അപകടകരമായി നാം എന്തുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ, പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും അധികം ആരോഗ്യ രംഗത്ത് ഒരുപാട് മുന്നോട്ട് വന്ന ഈ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇവിടെ ചെലവാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനോടൊപ്പം അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു, അദ്ദേഹത്തിന്റെ മക്കൾ വീട്ടിലുണ്ട്, ഭാര്യ ഖബറിലാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തോടൊപ്പം നടന്ന ആദർശ ബന്ധുക്കൾ പോലും അദ്ദേഹത്തെ കൈവിട്ടു. ഇതിന് മോട്ടിവേഷൻ കൊടുത്ത ആളുകൾ ചാനലുകളിൽ വന്ന് നിഷേധിച്ചു, ഞങ്ങൾ ഹോം ഡെലിവറിയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ആലോചിക്കണം. അപ്പൊ നിങ്ങൾ എന്തിനാണ് സ്റ്റേജിൽ സ്ത്രീകളെ, വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നിരത്തി നിർത്തി ആദരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഈ രംഗത്തൊക്കെ നടക്കുന്ന ചില ആളുകൾ പറഞ്ഞ മറുപടി, അത് KSRTC ബസ്സില് ഒരു പെണ്ണ് പ്രസവിച്ചപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ അഭിനന്ദിച്ചെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. ഇത്ര മാത്രമേ അവർക്ക് യോഗ്യതയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവര് കൈയൊഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് കളവ് പറയാം. പരസ്യമായ സ്ത്രീകളെ, കുഞ്ഞുങ്ങളടക്കം വീട്ടിൽ പ്രസവിച്ച് സുരക്ഷിതരായി ഇതാ ജീവിക്കുന്നു എന്ന് കാണിച്ച് മാർക്കറ്റ് ചെയ്തവർ ഈ പ്രശ്നം വന്നപ്പോൾ അവർ കൈയൊഴിഞ്ഞു. അവർ പോലീസ് വന്നാൽ, മാധ്യമങ്ങൾ ചോദിച്ചാൽ, കോടതിയിൽ കേസ് പോയാൽ എന്ത് പറയണമെന്ന് കൃത്യമായി അവർക്ക് ബോധ്യമുണ്ട്. അതിലൊക്കെ ഗവേഷണം ചെയ്തിട്ട്. പക്ഷെ നഷ്ടം ആർക്കാ? ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പുരുഷന്മാർ. ഒരു സ്ത്രീക്കും പ്രസവം 99% പ്രസവങ്ങളും സുഖപ്രസവമാണ് എന്ന് പറയാം. പക്ഷേ ഒരു സ്ത്രീക്കും സിസേറിയൻ ചെയ്യാനുള്ള ഒരു സാഹചര്യവും ഇല്ലെന്നാണ് പഠിപ്പിക്കുന്നത്. ഡോക്ടർമാർ അനാവശ്യമായി സിസേറിയന് എഴുതുന്നുണ്ടെങ്കിൽ അതിനെ വിമർശിക്കാം. പക്ഷെ ഒരിക്കലും ഒരു സ്ത്രീക്കും പ്രസവിക്കുമ്പോൾ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകില്ല എന്ന് പഠിപ്പിക്കുന്നു. പക്ഷെ ഖുർആനിന്റെ പാഠം, ഖുർആൻ ഏറ്റവും ഗൗരവമായി കാണേണ്ട, ഏറ്റവും സങ്കീർണമായ പ്രസവമാണ് മനുഷ്യന്റെ പ്രസവം എന്നാണ് പഠിപ്പിക്കുന്നത്. മറ്റുള്ള ജീവവർഗങ്ങളെല്ലാം പ്രസവിക്കുന്നത് അതിന്റെ ശരീരത്തിന് ആനുപാതികമായ കുഞ്ഞിനെ, ആനയുടെ ശരീരത്തിന് ആനുപാതികമായ കുഞ്ഞിനെ. അങ്ങനെ ഓരോ ജീവിവർഗങ്ങളും എന്നാൽ മനുഷ്യനാകട്ടെ, മനുഷ്യൻ പ്രസവിക്കുന്നത് അതിന്റെ ശരീരത്തിന് ആനുപാതികമാകുന്നതിനും അപ്പുറത്താണ് എന്ന് പഠനങ്ങൾ പറയുമ്പോൾ പരിശുദ്ധ ഖുർആനും അത് അടയാളപ്പെടുത്തുന്നു. ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫീ ആമൈനി അനിഷ്കുർ ലീ വലിവാലിദൈക്. ഒരു സ്ത്രീയുടെ ഗർഭധാരണം കഷ്ടതയുടെ മേൽ കഷ്ടതയാണ്, സങ്കീർണതയാണ്. അങ്ങനെയാണ് അവൾ ഗർഭം ചുമന്നത്, അവൾ പ്രസവിക്കുന്നത് എങ്കിൽ അത് നിസ്സാരം, അത് നാച്ചുറൽ ആയിട്ട് സംഭവിച്ചുകൊള്ളും. പടച്ചവൻ വയറ്റിലിട്ടെങ്കിൽ അത് പടച്ചവൻ തന്നെ പുറത്തു കൊണ്ടുവന്നുകൊള്ളും എന്ന് പറയുന്ന വിഡ്ഢി വർത്താനം അള്ളാഹുവിന്റെ ദീന്റെ പേരിൽ പറയരുത്. അങ്ങനെയല്ല പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത്. ഒരു മാതാവും കുഞ്ഞും ഏറ്റവും സുരക്ഷിതമായിരിക്കണം, ഏറ്റവും വിദഗ്ധമായ ചികിത്സ ലഭിക്കണം. ഇത് ദീനിന്റെ താല്പര്യമാണ്, അത് ഇസ്ലാമിന്റെ താല്പര്യമാണ്, ഇസ്ലാമിന്റെ ലക്ഷ്യമാണത്. നമുക്ക് ജീവന് ഹാനി വരുന്ന ഒരു വിവരവും ഇല്ലാത്ത ആളുകളെ നാം ഈ രംഗത്ത് സമീപിക്കരുത്. അത് ദീനിന്റെ കാഴ്ചപ്പാട്.
അതിൽ നമുക്ക് ജാതിയോ മതമോ ഭാഷയോ ദേശമോ ഒന്നും നോക്കേണ്ടതില്ല. എന്നിട്ട് ഇതിലേറെ വിചിത്രകരമായ സംഗതി, ഇതിനൊക്കെ ക്ലാസുകൾ നടത്തിക്കൊണ്ടുവന്ന ആളുകൾ അതെന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഹൈക്കോടതിയിൽ കേസ് പോയി അത്രേ ഈ ചികിത്സാ രീതിക്ക് എതിരെ. അപ്പൊ അവര് പറയുന്നു, ചികിത്സാ രീതിക്കെതിരെ കേസ് പോയപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് കാണിച്ച് ഞങ്ങൾക്ക് അനുകൂലമായി വിധി വന്നു എന്നാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പേപ്പറുകളെ പോലും നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. അപ്പൊ അത് ദീനിന്റെ പ്രശ്നമാണോ, ഖുർആനിന്റെ പ്രശ്നമാണോ, മലപ്പുറത്തെ ജനങ്ങളുടെ പ്രശ്നമാണോ? ചികിത്സാ രംഗത്ത് നടക്കുന്ന അപജയങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കേണ്ടത്, അതിന് എന്ത് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്, ആരാണ് ചികിത്സിക്കേണ്ടത്, അത് എവിടെ നിന്ന് തുടങ്ങേണ്ടതാണ്. പക്ഷെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് അള്ളാഹുവിന്റെ ദീനിനെ പ്രതിയാക്കിയിട്ടാണ്, മുസ്ലിമീങ്ങളെ പ്രതിയാക്കിയിട്ടാണ്. സാധുക്കളായ ഒരു പ്രദേശവാസികൾ ഇതിന്റെ പേരിൽ അപമാനം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, അദ്ദേഹം മലപ്പുറം സ്വദേശിയുമല്ല, അദ്ദേഹം ആലപ്പുഴ സ്വദേശിയാണ്, അത് വേറെ വിഷയം, അത് പ്രസക്തവുമല്ല. ഈ രംഗത്ത് ഈ രൂപത്തിൽ ഈ രംഗത്ത് നമ്മുടെ കുറെ സുഹൃത്തുക്കളും പ്രവർത്തിക്കുന്നുണ്ട്. നേരിട്ട് ഞാൻ ഈ ട്രെയിനിങ് ക്ലാസ്സുകൾക്കൊന്നും പങ്കെടുത്തിട്ടില്ലെങ്കിലും ഇത് ആ രൂപത്തിൽ ഒരു സ്ത്രീ പ്രസവിക്കുന്നത് എന്തെല്ലാം സങ്കീർണതയിൽ എത്തിയാലും നിങ്ങൾ പിടിച്ചു നിൽക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ പിടിച്ചു നിൽക്കണം, അത് വന്നോളൂ. വന്നില്ലെങ്കിലോ, മരിച്ചാലോ, അത് അള്ളാഹ് തന്നത് അള്ളാഹ് തിരിച്ചെടുത്തു നിങ്ങൾ വിചാരിച്ചാൽ. ഇങ്ങനെയാണ് പറയുന്നത്. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പനി വന്നു, ശക്തമായി പനി മൂർച്ഛിച്ചു, എന്നാലും നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുത്. 3 ആഴ്ച വരെയൊക്കെ അങ്ങനെ തന്നെ വെച്ചേക്കണം. വെള്ളവും കൊടുത്ത് പുതപ്പ് മുടി ഉറക്കുക, അതങ്ങ് മാറിക്കോളും. അപ്പോ വല്ലതും സംഭവിച്ചാലോ, അപ്പോഴും ഇതാണ് മറുപടി, അള്ളാഹു തന്നത് അള്ളാഹ് എടുത്തുകൊള്ളൂ. ഇതല്ല നമ്മുടെ വിശ്വാസം. അള്ളാഹു തന്നത് അള്ളാഹു എടുക്കുക എന്ന് പറയുന്നത് അള്ളാന്റെ പണിയല്ലേ, നമ്മുടെ പണിയാണോ? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അള്ളാഹു ഒരു ശരീരത്തെയും അതിന്റെ അവധി വന്നു കഴിഞ്ഞാൽ പിന്തിപ്പിക്കില്ല. ഇത് നമ്മുടെ ഉറച്ച വിശ്വാസം. പക്ഷേ നമ്മുടെ ജീവനോ നമ്മുടെ ശരീരത്തിനോ നമ്മുടെ ആരോഗ്യത്തിനോ കേടുവരുത്തുന്ന ഒരു കാര്യത്തിലും നാം ഏർപ്പെടരുത് എന്നുള്ളത് അള്ളാഹു നമ്മളോട് ചെയ്ത നിർദ്ദേശമാണ്. സുരക്ഷിതമായി നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ മാർഗങ്ങൾ ഉള്ളപ്പോൾ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് വീട്ടിൽ ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത വീടുകളിൽ, നാട്ടിലേതെങ്കിലും അല്പം മാത്രം അല്പജ്ഞാനികളായ സ്ത്രീകളെ കൊണ്ടുവന്ന് പ്രസവം എടുക്കുന്ന രീതി. ഇന്ന് നമ്മളൊരു കുഞ്ഞ് ജനിച്ചാൽ ആൺകുട്ടികളാണെങ്കിൽ ഇസ്ലാമിൽ ചേലാകർമ്മം ചെയ്യണം. പണ്ട് വസാന്മാരാണ് അങ്ങനെ ചെയ്യുക. പണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് നമുക്കിപ്പോഴും അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. നമുക്ക് ഏറ്റവും വിദഗ്ധമായി അത് ഏറ്റവും നന്നായി നടക്കുന്നത് ഹോസ്പിറ്റലുകളിലാണ്, ഡോക്ടർമാരാണ്, ഏറ്റവും സുരക്ഷിതമായ അന്തരീക്ഷത്തിലാണ്. ഇസ്ലാമിന്റെ ഒരു അമലാണ്. പക്ഷെ അതുപോലും നാം ഏറ്റവും സുരക്ഷിതമായ മേഖലകൾ അന്വേഷിക്കുക എന്ന് പറയുന്നത് ദീനിന്റെ കാര്യം. അതുകൊണ്ട് നായ പ്രസവിക്കുന്നില്ലേ, പൂച്ച പ്രസവിക്കുന്നില്ലേ, പശു പ്രസവിക്കുന്നില്ലേ, അതുകൊണ്ട് പെണ്ണും പെറ്റുകൊള്ളും എന്ന് പറയുന്ന ഈ അനുഗ്രഹീതമായ മാതൃത്വത്തെ നിങ്ങൾ പശുവിന്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലല്ല ഈ മാതൃത്വത്തെ അള്ളാഹുവിന്റെ കലാം വ്യക്തമാക്കിയിട്ടുള്ളത്. മൃഗങ്ങൾക്കുണ്ടല്ലോ പരിഗണന. ഈ സ്ട്രീറ്റിലൂടെ അലയുന്ന സ്ട്രീറ്റ് ഡോഗ്സ്, ഇതിനെ ഗവൺമെന്റ് പരിചരിക്കുന്നുണ്ട്. ആ പരിചരണം പോലും മനുഷ്യനെ പ്രസവിക്കുന്ന മാതാവിന് ലഭിക്കാത്ത സ്ഥിതിഗതിയിലേക്ക് ഇസ്ലാമിന്റെ പാഠങ്ങൾ വെച്ച് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇസ്ലാമിക സമൂഹം അതിൽ ജാഗ്രതയുള്ളവരാകണം. വളരെ ഗൗരവമായി നാം ഇത്തരം വിഷയങ്ങളെ കാണണം. ഒരു ചികിത്സാ സംവിധാനങ്ങളെയും എതിർത്തുകൊണ്ട് സംസാരിക്കുകയല്ല. ഞാൻ ഒന്നും കൂടെ പറയുന്നു, മോഡേൺ മെഡിസിനോ അക്യുപഞ്ചറിനെ പോലും ഞാൻ എതിർക്കുകയല്ല. ലോകത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം മോഡേൺ മെഡിസിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിസർച്ചുകൾ നടക്കുന്നത് അക്യുപഞ്ചറിലാണ്. നല്ല വിദഗ്ധരായ ഡോക്ടർമാരാ രംഗത്തുണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, ആയുർവേദമുണ്ട്. പക്ഷേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേവലം വെറും 6 മാസം 1 വർഷമൊക്കെ സൺഡേ ക്ലാസ്സുകൾ മാത്രം നൽകി വാട്സപ്പ് ക്ലാസ്സുകളിലൂടെ അല്പജ്ഞാനികളായി അവർ രംഗത്ത് വരികയാണ്. എന്നാൽ അവര് ഇതെല്ലാം വിപണനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന ചില അക്രമങ്ങളുണ്ട്, അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതും വളരെ ഗൗരവത്തിൽ നാം ആ രംഗത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും ഇനിയും വളരെ ജാഗ്രതയോടുകൂടി ആ മേഖലകൾ പലപ്പോഴും ഡോക്ടർമാർ അനാവശ്യമായി സിസേറിയൻ എഴുതുന്നത് ഇവർ ഉപയോഗിക്കുന്നുണ്ട്.
എന്റെ ഡ്യൂട്ടി ചൊവ്വാഴ്ചയാണ്, അതുകൊണ്ട് എന്റെ പേഷ്യന്റ് എല്ലാം ഇന്ന് ചൊവ്വാഴ്ച ഒന്ന് പ്രസവിക്കട്ടെ, അതിനുവേണ്ടി മരുന്ന് കൊടുത്ത് പെട്ടെന്ന് പ്രസവിപ്പിക്കുക. ഇത് ഈ രംഗത്ത് നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഡോക്ടർമാർ മരുന്നുകൾ എഴുതുമ്പോൾ അത് എന്റെ ക്ലിനിക്കിന്റെ അടുത്ത് ഏത് മെഡിക്കൽ ഷോപ്പാണോ അവിടെ കിട്ടുന്ന മരുന്നുകൾ എഴുതുക. രോഗിയുടെ ആശ്വാസം, രോഗത്തിന്റെ ശമനം, ഡോക്ടർമാർ അതിന് പ്രയോറിറ്റി കൊടുക്കേണ്ടതിന് പകരം പലപ്പോഴും സമ്പത്തിന്, പണത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തപ്പോൾ അവർക്കറിയാവുന്ന തൊഴിലിനെ പോലും ചോദ്യം ചെയ്യുന്ന വ്യാജന്മാരെന്ന് മാത്രം ചിലപ്പോൾ നമുക്ക് വ്യാജന്മാരെന്ന് പറയാൻ തോന്നൂല. എത്രയോ ഓർത്തോ ഡിപ്പാർട്ട്മെന്റുകളിൽ നല്ല വിദഗ്ധരായ ഡോക്ടർമാര് കൈയൊഴിഞ്ഞ കേസുകൾ നാട്ടുവൈദ്യന്മാർ ഒന്ന് പിടിച്ചിട്ട് റെഡിയാക്കി വിട്ടിട്ടില്ലേ? അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ക്യാൻസർ പോലെയുള്ള ഡോക്ടർമാർ എഴുതിത്തള്ളിയ പല രോഗങ്ങളും ഈ പറയപ്പെടുന്ന നാട്ടുവൈദ്യന്മാർ ചികിത്സിച്ച് ഭേദമാക്കുന്നത് നാം കാണുന്നുണ്ട്. എത്രയോ കാലം ഇരുന്ന് നമസ്കരിച്ചിരുന്നവർ നിന്ന് നമസ്കരിക്കുന്നവരായി മാറി. പക്ഷെ അവര് പറയുന്നു, ഞങ്ങൾ എത്രയോ കാലം കേറിയിറങ്ങി മരുന്നുകൾ കഴിച്ചു, സർജറി ചെയ്തു, എല്ലാം ചെയ്തു, പക്ഷേ ഞങ്ങൾ ഈ നാട്ടുവൈദ്യന്റെ അടുത്ത് പോയപ്പോഴാണ് ഞങ്ങൾക്ക് ആശ്വാസം കിട്ടിയത് എന്ന് അവർ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വ്യാജമായ അല്ലെങ്കിൽ ഇത്തരം ആധികാരികതയില്ലാത്ത, സുരക്ഷിതത്വമില്ലാത്ത മേഖലകൾക്ക് വളരാനുള്ള വഴി ഒരുങ്ങുകയാണ്. ഇത് ഇസ്ലാമിന്റെ പ്രശ്നമല്ലല്ലോ, ഇത് ഖുർആനിന്റെ പ്രശ്നമല്ലല്ലോ, ഇത് ഈ ഉമ്മത്തിലെ ഉലമാഇന്റെ പ്രശ്നവും അല്ല എന്നുള്ളതാണ് നമ്മൾ